ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വരുന്ന ഒരു വറവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നീളത്തിൽ മുറിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു വറവാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഞാനിത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കണം. ഉഴുന്ന് പരിപ്പൊന്ന് ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഇത് ചെറിയ തീയിൽ അടച്ച് വേവിക്കാൻ വെക്കാം. ഒരൽപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് വേണ്ടുന്ന വേറെ മറ്റ് സാധനം വെണ്ടയ്ക്കയാണ്. അതും ഇതുപോലെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത പോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കാം. വെണ്ടക്ക കട്ട് ചെയ്തെടുക്കുമ്പം നമ്മൾ കഴുകിയാൽ ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇതുപോലെ വെണ്ടക്ക നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വെന്ത് വന്ന ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കാം. അടച്ച് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ആവി വെള്ളം ഇതിലേക്ക് ഉണ്ടാവും. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ഏകദേശം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്ത് വാങ്ങി വെക്കാം. താങ്ക് യു.